ആഗോള അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. 4000-ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഒഴിഞ്ഞ കസേര വേണമെങ്കിൽ AI ദൃശ്യങ്ങൾ ഉണ്ടാക്കിക്കൂടെയെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. എല്ലാ സെഷനുകളിലും ആള് വേണമെന്നാണോ? സംഗമം പരാജയമെന്നത് മാധ്യമ പ്രചരണമാണെന്നും നാണവും മാനവും ഇല്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 4600 പോലെ നമ്മൾ 3000 തീരുമാനിച്ചിട്ടുള്ളൂ. അത്രയും പങ്കെടുത്തു. നിങ്ങളുടെ പ്രചരണം എല്ലാം കള്ളപ്രചരണമാണ്. മനസ്സിലായില്ലേ? കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. ഞാൻ പിന്നെ പറയേണ്ട വിചാരിച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ? അത് അത്രയും പോരെ. ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. ആ കള്ളപ്രചരണം എല്ലാം വേറെ എന്താ? കള്ളപ്രചരണം അതാണ്. നിങ്ങളെന്താ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് 400 നിങ്ങൾ പറഞ്ഞ 400 എത്രയാണ് പങ്കെടുന്ന പറഞ്ഞ ഞങ്ങൾ 500 600 സംതിങ്. ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞേ. ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. ഏത് സെഷനിൽ പങ്കെടുത്തതിനെ പറ്റി ഞങ്ങൾ പറയുന്നത്? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. വേണം നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനെന്താണ് സംശയം? നിങ്ങൾ എന്തിനാണ് നിങ്ങളിപ്പോൾ ബാധിക്കുന്നത്? ആർക്ക് വേണ്ടി ബാധിക്കുന്ന? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയായി ബാധിക്കുന്നത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് പറയാനാ? പിന്നെ ആർക്ക് വേണ്ടിയാ? നിങ്ങൾ ആര് കണ്ടോ? വെറുതെ കള്ളപ്രചാര വേല നടത്തുകയാണെന്ന്. അത് എടുക്കുന്നത് കോൺഗ്രസ് തന്നെ എടുത്തത്. കോൺഗ്രസിന് വേണ്ടി ബാധിക്കായി ഇവിടെ വന്നിട്ട് വലിയ വിജയമാണ്. ലോകപ്രസിദ്ധമായ വിജയമാണ്. പോരെ? ലോകപ്രസിദ്ധമായ വിജയം എന്ന് പറഞ്ഞാൽ മലയാളം മനസ്സായ പിന്നെ പറഞ്ഞോളൂ. പിന്നെ പറയാണ്ടെന്താ? കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ പുറകോട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നാണോ മാനം വേണം. എന്തെങ്കിലും പറയുന്നതിൽ, എന്തെങ്കിലും കൊടുക്കുന്നതിൽ, എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെതായ ആളുകളെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചാണ്. ആളുകളെല്ലാം കാണുന്നു. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ല. ഞാൻ അവിടെ ഉള്ളതിനെ പറഞ്ഞുള്ളൂ. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്.